വേദമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നിളാസ്നാനത്തിനുള്ള ഒരുക്കം ആചാര്യശക്തിമാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിവിടെ സ്നാനമെല്ലാം കഴിഞ്ഞ് നേരെ വരാം. വന്നിട്ട് ഇവിടെ ഈ പിന്നിൽ കാണുന്ന ആ ചെറിയൊരു ഷെൽട്ടറുണ്ട്. അതിനകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ വസ്ത്രമെല്ലാം മാറി വീണ്ടും അടുത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നവാമുഖ ക്ഷേത്ര ദർശനമാണെങ്കിൽ അങ്ങനെ, അതല്ല ഇവിടെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വര 3 പേരുടെയും സംഗമ സ്ഥാനം കൂടിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഇവിടുത്തെ കഥ പറയുമ്പോൾ തന്നെ ശരിക്ക് പരശുരാമൻ തൻ്റെ ബ്രഹ്മഹത്യാ പാപം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കേരളക്കരയെ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനും കൂടെ വേണ്ടി ബ്രഹ്മദേവനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ് പരശുരാമൻ. കേരളത്തിലേക്ക് ബ്രഹ്മദേവനെ ക്ഷണിച്ചിട്ട് ബ്രഹ്മദേവൻ വന്ന് യാഗം ചെയ്ത ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയാണ്. ആ ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയിൽ അന്ന് ബ്രഹ്മദേവൻ ഇവിടെ യാഗം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗംഗയില്ലല്ലോ, ഭാരതപ്പുഴയാണ്. അപ്പം ഈ ഭാരതപ്പുഴയിലേക്ക് 7 നദികളുടെയും സാന്നിധ്യം ക്ഷണിക്കുകയാണ്. അപ്പോൾ 7 നദികളെയും ഇങ്ങോട്ടേക്ക് ആവാഹിച്ചുകൊണ്ടാണ് ബ്രഹ്മദേവൻ ഈ ഭാരതപ്പുഴ, നമ്മുടെ ഭാരതപ്പുഴ എന്ന് പറയുന്ന ഈ നിളാതീരത്ത് വന്നിട്ട് ഈ യാഗഭൂമിയിൽ ശരിക്കും ഭാരതപ്പുഴയുടെ നിളയുടെ ഈ തീരത്ത് അന്ന് ബ്രഹ്മദേവൻ യാഗം നടത്തുന്നത്. ആ യാഗത്തിൻ്റെ ഓർമ്മയ്ക്ക് ആ ദിവസങ്ങളിൽ ഇവിടെ 7 നദികളും തങ്ങളുടെ സാന്നിധ്യം തെളിയിച്ചു കൊള്ളാം എന്ന് ബ്രഹ്മദേവന് കൊടുത്ത വാക്കിലാണ് ഈ മാഘമാസത്തിൽ എല്ലായ്പ്പോഴും 7 നദികളുടെയും സാന്നിധ്യം നമ്മുടെ നിളയിൽ, നമ്മുടെ ഭാരതപ്പുഴയിൽ, നമ്മുടെ സ്വന്തം ഭാരതപ്പുഴയിൽ, ഭാരതത്തിൻ്റെ പേരിലുള്ള ഏകപുഴ അതിൽ ഉണ്ടാകും എന്ന ഒരു വിശ്വാസം കൂടിയാണ്. അന്നുകാലം മുതലേ മാഘം ഇവിടെ നടന്നിരുന്നു. 272 വർഷങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുന്ന സമയത്ത് ശരിക്കും അവർ ഇതെല്ലാം നിരോധിച്ചു. അവർക്ക് നിരോധിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു, അവരുടേതായ ആവശ്യങ്ങൾ. അങ്ങനെ അവർ പലതും നിരോധിച്ച കൂട്ടത്തിൽ നിരോധിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ ഇവിടുത്തെ നിളാസ്നാനവും നിളയിലെ നമ്മുടെ സംസ്കാരവും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനം എന്ന രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിളാരതി, ഗംഗാരതി അല്ലെങ്കിൽ ഭാരതപ്പുഴയിലെ സ്നാനം, കുംഭമേള എന്ന പേരിൽ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ തിരിച്ചു കൊണ്ടുവരവിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സ്നാനം ഈ മാഘമാസത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പം ഇനി വരും വർഷങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അത്യപൂർവം സൗകര്യങ്ങളോടുകൂടി തന്നെ ഇവിടെ മാഘമേളയും നിളാരതിയും നിളാസ്നാനവും ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് ആദ്യത്തെ പ്രാവശ്യമാണെങ്കിലും വളരെ മോശമില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായമോ സൗകര്യങ്ങളോ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ഇവിടെ ഇത്രയും രീതിക്ക് ഇതൊക്കെ ചെയ്തു എങ്കിൽ അത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വരും വർഷങ്ങളിൽ ഗവൺമെന്റിനോട് ആര് തന്നെ ഭരിക്കട്ടെ, വിശ്വാസത്തിനെ ഹനിക്കുന്ന തരത്തിൽ ഒരു ഗവൺമെന്റ് ആരും തന്നെ മുന്നേറാതെ എല്ലാ വിശ്വാസത്തിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനു വേണ്ട തരത്തിലേക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.